മിസ്റ്റർ, how are you? ഞങ്ങളുടെ നാട്ടിലെ ഈ വെള്ളച്ചാട്ടം കാണാം നിങ്ങളെ ഏവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. പറ്റിയടാ എന്തെങ്കിലും പറ്റിയോ? ഇന്ന് നമ്മൾ യാത്ര പോകാൻ പോകുന്നത് തികച്ചും സാഹസികത നിറഞ്ഞൊരു യാത്രയാണ് കേട്ടോ. നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള സ്ഥലം എന്ന് പറയുന്നത് കാര്യത്തോട് വെള്ളച്ചാട്ടം. ഇടുക്കി ജില്ലയിലെ അടിമാലി പാറത്തോട് വഴി നെടുങ്കണ്ടം പോണ റൂട്ട്, അതായത് മുള്ളിരിക്കുടി വഴി നെടുങ്കണ്ടം പോണ റൂട്ടിലാണ് നമ്മുടെ കാര്യത്തോടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് ഏകദേശം ഒരു മലയുടെ ഏകദേശം പകുതി മുക്കാൽ ഭാഗത്തോളം നമ്മൾ നടന്ന് കയറി ചെല്ലേണ്ടതുണ്ട്. അവിടം വരെയുള്ള യാത്രയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആ പോണ വഴി മൊത്തം ശരിക്കും അപകടം നിറഞ്ഞതും അതുപോലെ തന്നെ കാട്ടിക്കിടയ്ക്ക് കയറി കാടൊക്കെ തെളിച്ചാണ് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇന്നും നമ്മുടെ നന്ദുവും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതേ കാണുന്നതാണ് നമ്മുടെ കാര്യത്തോട് വാട്ടർഫാൾസ്. അപ്പോൾ ഇത് 3 തട്ടായിട്ടാണ് ഒഴുകുന്നത്. ഓരോ തട്ടിലും നമ്മൾ കയറി ആ ഒരു മേളിലേക്ക് നമ്മൾ പോകും കേട്ടോ. അവിടം വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് മൊത്തം ആ വെള്ളച്ചാട്ടം വരെയുള്ള അഡ്വഞ്ചർ ട്രിപ്പ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ തേരാളിയായിട്ട് നമ്മുടെ വഴി കാണിക്കാൻ വേണ്ടി നമ്മുടെ ഹരിച്ചേട്ടനുണ്ട്, അതുപോലെ നമ്മുടെ ജോയിച്ചേട്ടായിട്ട്. ജോയിച്ചേട്ടൻ ഒരു അതുല്യ കലാകാരൻ കേട്ടോ. അപ്പം കഴിവുകളൊക്കെ നമുക്ക് പോണ വഴിക്കൊന്ന് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. നമ്മുടെ ഹണിച്ചേട്ടനൊരു തേങ്ങ കിട്ടിയിട്ടോ. അത് നമ്മൾ ഇവിടുന്ന് തന്നെ പൊട്ടിച്ച് കഴിക്കുന്നതായിരിക്കും. ഹലോ മിസ്റ്റർ, how are you? ഞങ്ങളുടെ നാട്ടിലെ ഈ വെള്ളച്ചാട്ടം കാണാം നിങ്ങളെ ഏവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. പ്രിയമുള്ളവരെ, ഈ വെള്ളച്ചാട്ടത്തിൽ ഇതുവരെ മുതലെക്കുറിച്ച് ഒന്നിനെ കണ്ടിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഓരോത്തിനെ കൊണ്ടുവരുവാണെങ്കിൽ എന്നാ നമുക്ക് ഇവിടെ വളർത്തി കളയാം. ഓക്കെ, പൊളി പൊളി പൊളി. കയറുക എന്നുള്ളത് ആ ജോയിച്ചേട്ടൻ കയറുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല റിസ്ക് ആണോ.
കാഴ്ചകളും വെള്ളച്ചാട്ടം നമ്മൾ ആസ്വദിച്ചു. ഇനിയിപ്പം മെയിനായിട്ടുള്ള വാട്ടർഫാൾസിൻ്റെ ആദ്യത്തെ കുത്തിലേക്ക് നമ്മൾ ചെല്ലാൻ പോകട്ടോ. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു സ്ഥലത്ത് ചെന്നതിന് ശേഷം അതിൻ്റെ മുകളിലെ വിഷ്വൽ നമുക്ക് ആസ്വദിക്കാം കേട്ടോ. ചേട്ടി കയറി പോരെ, ആ വേറെ മേളി ഇനി മറ്റേ വരും അതെ ഇനി മറ്റേ കണ്ടു. ഓ അത്രയ്ക്ക് ശക്തമായ മഴയത്താണ് നമ്മൾ വരുന്നതെങ്കിലും ഈ ഒരു പാർക്ക് ഈ ഒരു സൈഡ് തൊട്ട് ആ ഒരു ഏരിയ വരെ ഫുള്ള് നിറഞ്ഞു വെള്ളം താഴത്തേക്ക് വരുമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫോട്ടോ കാണാനിടയെ അതിപ്പോൾ നമ്മുടെ ഹരിച്ചൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നായിരുന്നു. അത് കണ്ടപ്പോഴാണ് ശരിക്കും ഇവിടെ വരണം എന്നൊരു ക്യൂരിയോസിറ്റി തോന്നി കേട്ടോ. ഡേഞ്ചറാണോ? എന്നാൽ വേണ്ട, പോയിട്ടേക്കാം. തെന്നാൻ സാധ്യതയുണ്ടല്ലേ? തെന്നാൻ സാധ്യതയുണ്ടല്ലേ? കുഴപ്പമില്ല. അപ്പോൾ കേസ് വേറൊന്നുമല്ല, നമുക്ക് കുറച്ചും കൂടെ ഉള്ളിൽ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കുറച്ചുകൂടെ വിഷ്വൽ കിട്ടുമായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ കൂടുതൽ നമ്മൾ ഇതുവരെ ചെയ്തതുപോലെയല്ല, ഒരല്പം റിസ്ക് കൂടുതലാണ്. അതാണ് നമ്മൾ ഒരുപാട് വലിയ ഒരു റിസ്കിലേക്ക് നമ്മൾ പോകുന്നത്. കാരണം ഈ ഒരു പാറയിൽ നിന്നൊക്കെ തെന്നിക്കിടന്നാൽ നേരെ താഴെ പോയി കിടക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വിഷ്വൽ ആസ്വദിക്കാം. അതിനുശേഷം ആ ഒരു പറമ്പിക്കട കയറി നമുക്ക് ഈ ഒരു പാറയുടെ മുകളിലേക്ക് പോകാം. അതിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ് നമ്മൾ നെക്സ്റ്റ് ആസ്വദിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്താണ് പോകുന്നത്. ആരെ സൈഡ് കടയുണ്ട്, ഈ സൈഡ് കട സ്പ്ലിറ്റ് ചെയ്താണ് പോകുന്നത്. എന്നാൽ മുകളിൽ ചെല്ലുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചാടുമല്ലോ. ഓക്കെ, മേളിൽ നിന്ന് ചാടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് വെള്ളം കൂടെ ഒരുമിച്ചാണ് താഴത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമായിരിക്കും. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇതിന് പറ്റിയടാ? ഇതിന് പറ്റിയോ?